എന്താണ് ഈ ഒടിയൻ എന്നുള്ള പേര് വീണ്ടും വരുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയിൽ ഉപയോഗിച്ച പേര് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ? ഇന്ന് ചലച്ചിത്ര ലോകത്ത് ഒടിയൻ സിനിമ ഒടിയൻ എന്നുള്ള പേരാട്ടോ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്, എന്താണ് ഈ ഒടിയൻ എന്നുള്ള പേര് വീണ്ടും വരുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയിൽ ഉപയോഗിച്ച പേര് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ചകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു ഉത്തരവാണ്, നോക്കൂ, നമ്മളെ റിപ്പോർട്ടർ ടിവിയുടെ ഓൺലൈനിൽ ആയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അതിൽ പറയുന്നത് വേറൊന്നുമല്ല, കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് അതിനുള്ള ഉത്തരം റിപ്പോർട്ടർ ഫിലിംസിനോട് പങ്കുവച്ചു എന്നുള്ള രീതിയിലാട്ടോ ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നേരത്തെ പുറത്തിറങ്ങിയ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ഒരു സിനിമയുടെ പേര് മറ്റൊരു സിനിമയ്ക്ക് ഉപയോഗിക്കണമെങ്കിൽ ആദ്യ സിനിമയുടെ നിർമ്മാതാവ് NOC, അതായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതി ഇത്രേ. അപ്പോ അങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിൽ ആ പേര് നമുക്ക്, അതായത് മുന്നേ ഉപയോഗിച്ച ചിത്രത്തിന്റെ പേര് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൽ പറയുന്നത്. മാത്രമല്ല, ഒടിയൻ സിനിമയുടെ നിർമ്മാതാക്കളായിട്ടുള്ള, അതായത് 2018 ഇറങ്ങിയിട്ടുള്ള ഒടിയൻ സിനിമയുടെ നിർമ്മാതാക്കളായിട്ടുള്ള ആശീർവാദ് സിനിമാസ് ഒടിയന്റെ പുതിയ നിർമ്മാതാക്കളായിട്ടുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷന് NOC നൽകി എന്നൊക്കെയാണ് ഈ വാർത്തയിലുള്ളത്. എന്തായാലും നമുക്ക് രാഹുൽ സദാശിവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളാകെ പ്രതീക്ഷിക്കുന്ന ഒരാളാട്ടോ. കാരണം രാഹുൽ സദാശിവന്റെ സിനിമകൾ എപ്പോഴും വ്യത്യസ്തമാവാറുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും എനിക്കും തർക്കമില്ലാത്ത കാര്യമാണ്. രാഹുൽ സദാശിവന്റെ ഭയപ്പെടുത്തലില് പൃഥ്വിരാജും അതുപോലെ തന്നെ നമ്മളെ മഞ്ജു വാര്യർ എത്തുന്നു. അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി കാണാം.